ഓട്ടോ എക്സ്പോ 2022 രണ്ടാമത്തെ ദിവസം MG മോട്ടോഴ്സിന്റെ പവലേവിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു മോഡലായിരുന്നു യൂണിക് 7 എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു MPV എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ എക്സ്പോയിൽ മുഴുവൻ ആളുകളും ഇലക്ട്രിക്കിനെ കുറിച്ചും IC എഞ്ചിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഹൈഡ്രജൻ എഞ്ചിൻസ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈഡ്രജൻ എഞ്ചിൻ പവർ കൊടുക്കുന്ന ഒരു വാഹനമാണിത്. 605 കിലോമീറ്റർ ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒറ്റ ചാർജിൽ. അതിന് ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ എവിടേക്കോ കണ്ടുപറന്ന ഒരു MPV ലുക്ക് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. യൂണിക് 7 എന്ന് എഴുതിയിട്ട് നോക്കിയാൽ സാധാരണഗതിയിൽ നമ്മൾ വായിക്കുന്ന യൂണിക് അല്ലാതെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്ന യൂണിക് 7 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം. മോറിസ് ഗാരേജസിൻ്റെ ഒരു ബാഡ്ജ് കാണാം. ശരിക്കും MGൻ്റെ വലിയ ലോഗോ ഇല്ല. ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ലോഗോ വരാൻ സാധ്യതയുണ്ട്. ഐ എക്സ്പെക്ട് സോ. പിന്നെ അതുപോലെ തന്നെ വലിയ ഗ്രില്ല്, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അപ്പീൽ ഫ്രണ്ടിൽ കൊടുക്കും. അപ്പോൾ വെൽഫെയർ ഇങ്ങനെയാണ്, കാർണിവൽ ഇങ്ങനെയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് വലിയ ഗ്രില്ല്, എക്സസിൻ്റെ 570 അങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ. പിന്നെ അതുപോലെ തന്നെ വി ക്ലാസ്, പക്ഷേ വി ക്ലാസ് കുറച്ചും കൂടി ചെറുതാണ്. എന്താണ് വലിയ ഗ്രില്ലുകൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്കുണ്ടോ ഒരു സില്ലും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു ക്രോമിയം ടച്ചറായിട്ടാണ് കൊടുത്തത്. വലിയൊരു ഹെഡ് ലാമ്പ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ DRL, ഇതാണ് DRL എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതൊരു ഡോട്ട് ഇൻഡിക്കേറ്റർ, ഫ്ലോട്ടിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നൈസ് കളർ ടോണും നല്ല രസമുണ്ടല്ലേ. ഒരു ബ്ലൂ, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവം. ഒരു 18 ഇഞ്ച് വീലുകൾ കാണാം. അതിനകത്ത് MGയുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്, ലോഗോ കാര്യങ്ങളൊക്കെ. അത് കുറച്ചും കൂടി ഒന്ന് മാറ്റിയിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് വരിക എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ക്യാമറ, 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്യാമറ, ഫ്രണ്ടിലും ക്യാമറ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നതാണ്. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാവുന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. സ്റ്റാൻഡപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം. സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ റോട്ടറി സ്വിച്ച് ആണ്. പാർക്ക് സെൻട്രൽ പ്രസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ, 360 ഡിഗ്രി പാർക്കിംഗ്, അതുപോലെ തന്നെ 2 ഡ്രൈവ് മോഡുകളുണ്ട്, എക്കോ, സ്പോർട്ട് തുടങ്ങിയിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്യൂവൽ റേഞ്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റുകൾ ലക്ഷറിയസ് സൂപ്പർ സീറ്റുകൾ, നല്ല അടിപൊളി കുഷ്യൻ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് സ്ലൈഡിംഗ് ഡോറുകളാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത്, അതുപോലെ H2 ഫ്യൂവൽ സെൽ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ യൂണിക് 7 എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ലുക്ക് വൈസ് മിഫ എന്ന് പറയുന്ന ഒരു മോഡൽ, ആ ഒരു മോഡലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയാം. ആ തരത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ മിഫ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോറിസ് ഗാരേജിൻ്റെ ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാൻ കഴിയും. MGയുടെ ലോഗോ സ്റ്റിൽ മിസ്സിംഗ് ആണ്, അത് നമുക്ക് കാണാനില്ല. അതുപോലെ തന്നെ ടെയിൽ ലാമ്പും നല്ല ഭംഗിയായിട്ടല്ലേ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ്. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.4 കിലോഗ്രാം ഹൈഡ്രജനാണ് ഇതിനകത്ത് ഒരു സമയം ഫില്ല് ചെയ്യാൻ പറ്റുക. അത് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയാണ്. ശരിക്കും നമ്മൾ EVനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ മറ്റൊരു അപ്ഡേഷൻ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പിന്നെ 200 HP പവർ ഇത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. അത് നൈസല്ല സംഭവം, കൊള്ളാം. അപ്പോൾ ഇതാണ് MGയുടെ യൂണിക് 7 എന്ന് പറയുന്ന മോഡൽ. ശരിക്കും ഇത് എന്ന് ഇന്ത്യയിലേക്ക് വരും എന്നും അതുപോലെ തന്നെ എത്ര പൈസയ്ക്ക് വരും എന്നുള്ളൊരു കാര്യം കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാം. കാരണം അതിനെക്കുറിച്ച് ഇതുവരെ MG ഒന്നും ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരാളെ, വളരെ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഞാനൊന്ന് ഇൻട്രാപ്റ്റ് ചെയ്യാണ്. ഇത് ഷംനാസ്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓട്ടോ എക്സ്പോൻ്റെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷംനാസ്കാരെ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഓട്ടോ എക്സ്പോയിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. നമ്മളെ ചാനലിൻ്റെ വളർച്ചയിൽ മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ഷംനാസ്ക. അത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ല, ഷംനാസ് ഖാൻ ഇൻഫ്ലുവൻസ് അത്രത്തോളം ഉണ്ടായിരുന്നു. ഷംനാസ് ഖാൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഷംനാസ് ഖാൻ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.